അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളവിടെ ബസ് ഇറങ്ങിട്ടോ. പിന്നെ ബസ്സിന്ന് വീഡിയോ എടുക്കാതിരുന്ന എന്താ വെച്ചാൽ മഴ ആയിട്ട് നല്ല സൗണ്ട് ഉണ്ടായിരുന്നു. മഴ ആയിട്ട് നല്ല സൗണ്ട് ഉണ്ടായിരുന്നു. നമ്മൾ ലഗേജ് കയറ്റിടാം റെയിൽവേ സ്റ്റേഷനിലേക്ക് എല്ലാവരും കൂടി നടന്നുകൊണ്ടിരിക്കുക. അതെ കാണുന്നില്ലേ? ഏതായാലും നല്ലൊരു ഉറക്കായിരുന്നില്ലേ മാലു? നന്നായിട്ട് ഉറങ്ങിയോ? യെസ്, ഏട്ട എന്നെ നന്നായി നോക്കി. ആട്ടിരുന്ന ഏട്ടല്ലേ? ഞാൻ കണ്ടു. അവിടെ എത്തിയപ്പോ ആള് വിളിച്ചേ പറഞ്ഞിട്ട്. നല്ല സ്വഭാവം. ഇവിടുത്തെ ആൾക്കാരൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മള് എന്തോ ആദ്യം ഒരു പേടിയാണ്. പക്ഷെ ഇങ്ങനൊക്കെ ആൾക്കാർ പെരുമാറുമ്പോ നമ്മൾ തന്നാ ഒരു ഇതാക്കുക. ഭയങ്കര സൽക്കാരം. ശ്രദ്ധിക്കണം. അയ്യോ ഇവിടെ വേറെ എവിടെയെങ്കിലും കാണാനുണ്ടോ, പോകുന്നുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചു. ഇതിലെല്ലാം നമ്മൾ സേഫ്റ്റി ഉറപ്പാക്കേണ്ടി. എന്നാലും നമുക്ക് തോന്നിയൊരു കാര്യം പറഞ്ഞത്. അപ്പോൾ നമ്മൾ ട്രെയിൻ കയറിയിട്ട് കാണാം. നമ്മളിനി നേരെ ട്രിവാൻഡ്രത്തേക്ക് പോവാണ്. ഇപ്പോൾ നമ്മൾ വൈകുന്നേരം ഒരു പാലസ് പോകാനേ വിചാരിച്ചു. പക്ഷേ നമുക്ക് ഇനി ലൈറ്റും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. ഇനി പാലസ് ഓപ്പൺ ആയിരിക്കുമോ ഒന്നും ഓർമ്മയില്ല. സോ ബാഗുണ്ട് ബാക്കിലിട്ടോ, കണ്ടില്ലല്ലോ. കുറച്ച് അപ്പം ഷെയ്ക്കാണുണ്ടോ? അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഹായ് ഗായ്സ്. അപ്പം നമ്മൾ ഇല്ലല്ലോ ഇപ്പത്തേ. അപ്പം നമ്മൾ ഇവിടുന്ന് ട്രെയിൻ കയറിയിട്ടുണ്ട്. നമ്മളിവിടുന്ന് ട്രെയിൻ കയറിയതിന് ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. എല്ലാവരും ഉണ്ട് കേട്ടോ. ഉമ്മ യൂട്യൂബിൽ ഇടൂലാന്നോ? ഒക്കെടും. നിങ്ങൾ എന്ത് ചെയ്ത ഞാൻ ഒക്കെ ഇടും. യൂട്യൂബിൽ ഇടൂലെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ ഒരാൾ ഇത്രയും നേരം ഇത്രയും കോപ്രായം കാണിച്ചത്. ഈ ലൈറ്റ് ഉള്ളതിനെ കൊണ്ട് ഉള്ളോട്ട് നിന്നാ എല്ലാരും കണക്കല്ലേ? അപ്പൊ ഉമ്മ ഫോട്ടോ എടുത്തതൊക്കെ കാണണം എന്നാ പറയുന്നത്. എൻ്റെ ആ ഫോട്ടോ എടുത്ത എല്ലാരും. അപ്പൊ നമുക്ക് ഫോട്ടോ എടുക്കാൻ കൊടുക്കാം. നമുക്ക് ട്രിവാൻഡ്രം എത്തിയിട്ട് കാണാം. നമ്മളവിടെ പോയിട്ട് റൂം എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളവിടെ പോയിട്ട് റൂം എടുത്തിട്ട് ഫ്രഷ് ആയിട്ട്, അല്ല ഫ്രഷ് ആകുന്നതിന് മുന്നേ സ്ഥലത്ത് പോകും, അല്ലെ പിന്നെ ഫ്രഷ് ആയിട്ട് ഒന്നെങ്കിൽ റെസ്റ്റ് എടുക്കായിരിക്കും, നൈറ്റ് ജസ്റ്റ് ഇറങ്ങിയേക്കും, നാളെ ഒന്ന് കറങ്ങിയേക്ക് ചെയ്യാം. അറിയൂല എന്താണെന്ന്. എന്തായാലും നമ്മളെ കൂട്ടത്തില് എല്ലാരെയും വെട്ടിച്ചുകൊണ്ട് ഔട്ട്ഫിറ്റ് ഇട്ട ആളാണ്. ഔട്ട്ഫിറ്റ് ഓഫ് ദ ഇത്രയും നല്ല ചുരിദാറുകള് ഓരോരുത്തരോട് ഇട്ടിട്ട്. മാലുവിന്റെ മാലു എവിടെ പോയി? അവിടെ ഇരിക്കാൻ വയ്യ അല്ലേ? ഉമ്മേന്റെ ഡ്രസ്സ് കണ്ടോളി. ഉമ്മന്നെ അടിച്ചതാട്ടോ അല്ലേ? നല്ലോണം ഇരിക്കും നിങ്ങൾ, നല്ലോണം ഇരിക്കേ. ഇത് ഉമ്മന്നെ സ്റ്റിച്ച് ചെയ്താലേ അമ്മ? ഇത് ഉമ്മ സ്റ്റിച്ച് ചെയ്തതാ. അത് മാലിന്റെ ഡ്രസ്സ് കാണിച്ചെടുക്ക. എണീച്ചിക്ക് നല്ലോണം ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. അതാ കണ്ടോ? ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഓർഡർ ഉണ്ടെങ്കിൽ ഇതാ ഉമ്മനെ ഏൽപ്പിച്ചാൽ മതി. നല്ല അടിപൊളിയായിട്ട് ഫാഷൻ ഡിസൈനറാ. കണ്ടോ? സെറ്റല്ലേ? We will see not future, maybe next month. അല്ലല്ല പറ. We have so many friends in the train. നേപ്പാളി, പഞ്ചാബി, എല്ലാ തരത്തിലും ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. സൈഡ് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. ഇങ്ങനെ ഫൈനലി നമ്മൾ ട്രിവാൻഡ്രത്ത് എത്തി. ഇനി നമ്മൾ റൂമിൽ പോവാണ്. നമ്മൾ എങ്ങനെ അവിടുന്ന് പോകുന്നതെന്ന് അറിയില്ല. ഐ തിങ്ക് ബസ്സിലായിരിക്കും, അല്ലെങ്കിൽ മറ്റേ ചേട്ടന്മാർ അതപ്പോ അപ്പൊ നമ്മള് പോവാണ്. ചിലപ്പം ഓട്ടോ ആയിരിക്കും, അല്ലെങ്കിൽ ബസ്സായിരിക്കും. അപ്പൊ ഞങ്ങൾ അഹാന കൃഷ്ണന്റെ നാട്ടിലെത്തി. അഹാനയുടെ ഒക്കെ നാട്ടിലെത്തി. കൃഷ്ണകുമാറിന്റെ ഫാമിലി. ഞങ്ങൾ കൃഷ്ണകുമാറിനെയൊക്കെ വിസിറ്റ് ചെയ്യാൻ പോവാം. ഞങ്ങളിനി
പക്ഷേ ഗൈസ് ഒരു രസമൊക്കെ ഉണ്ട്. ഇത് പിടിക്കുകയാണെന്നൊന്നും വിചാരിക്കരുത് ഗൈസ് ചെയ്തിട്ട് ഒരു രസമൊക്കെ ഉണ്ട്. അറിയൂല, നമ്മൾ ഓട്ടോ പിടിക്കാൻ വേണ്ടി നടക്കാട്ടോ. ഓ മൈ ഗോഡ്, അതാ ഓക്കെ ഓക്കെ. അങ്ങോട്ട് കാണാണ്ടേ പോവാ. മാമന്റെ പോക്കറ്റിൽ നിന്ന് 5000 രൂപ അടിച്ചു മാറ്റിയ സ്ഥലമാണ് ഇത്. അങ്ങനെ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടോ റൂമൊക്കെ കണ്ടുപിടിച്ച് എത്താനായിട്ട്. കുറച്ച് ലേറ്റായി. ഞാൻ എപ്പോഴും ഇവ ബാക്കിൽ എന്താ നടക്കുന്നത് ഞാൻ ചിന്തിക്കണ്ട. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര കഷ്ടപ്പെടുത്തിയില്ല. അതാ അങ്ങനെ നമ്മളിപ്പോൾ ഒരു റൂം കണ്ടുപിടിച്ചെന്നാണ് ഇപ്പോൾ പറഞ്ഞപ്പോൾ നമ്മൾ ആ റൂമിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇവിടെ നല്ല ചായ കിട്ടുന്നുണ്ട്. മലബാർ പോണോ എന്താ അറിയാ എല്ലാരും എന്നാ വലിയ ഏതോ ബ്ലോഗറാന്ന് പ്രൊമോഷൻ ചെയ്യണോ? എനിക്കിങ്ങനെ ശരിക്കാൻ പറ്റുമോ? നിങ്ങൾ പറയൂ. ട്രിവാൻഡ്രത്ത് ഡ്യൂപ്ലിക്കേറ്റ് സ്റ്റിക്ക് കൊടുത്ത് കാണും. ഞാൻ ഇതിന്റെ വില കളയണോ? ട്രിവാൻഡ്രത്ത് വന്നിട്ട് ഇവിടെ ഒരു മലബാർ കട കണ്ടോ? മലബാർ പൊടി ഒന്നാണ് കാണുന്നത്. പക്ഷെ അവിടെയുള്ള ആൾക്കാരൊക്കെ ഇപ്പൊ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ഞാൻ നോക്കുന്നുണ്ട്. വേണ്ട ചായ കൊടുക്കാൻ വേണ്ടെന്നൊക്കെ ഇതാട്ടോ. പക്ഷെ കാണാനൊക്കെ നല്ല രസമൊക്കെ ഉണ്ട്. അടിപൊളി. ഓന് ചത അതില് കിട്ടിക്കുന്നോ? അതന്നെയാണ് ഇവിടാണ് നമ്മൾ നടന്നു നോക്കുന്നത്. സംഭവം തിരുവനന്തപുരം കാണാൻ നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ. ഒരു സമാധാനം ഉണ്ട് ഇവിടെ കാണുമ്പോൾ. എന്താണെന്നൊന്നും എന്നോട് ചോദിക്കരുത്. ഒരിഷ്ടം. കൊല്ലം ടൗണൊന്നും വലിയൊരു അടിപൊളിയൊന്നുമല്ലല്ലോ. അതുകൊണ്ടായിരിക്കാം കുറച്ചുകൂടി ഒരു പുരോഗമനം ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. ഐ തിങ്ക് നമ്മള് ഒരുങ്ങി കെട്ടി ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. എവിടെങ്കിലും ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. കുഴപ്പമൊന്നുമില്ല. അല്ല, മാലുവിന്റെ അമ്മ പറഞ്ഞതായിരുന്നു ജസ്റ്റ് നോക്കി നോക്കുന്നുള്ള. കണ്ടോ അത്യാവശ്യം അതാ പറഞ്ഞു ഉമ്മത്തിക്കോട്ടെ. നമ്മളിപ്പോ നേരത്തെ കണ്ട ചായക്കടയിൽ പോയിട്ട് ചായ കുടിക്കാൻ പോവാണ്. മലബാറിൽ പോകാമെന്ന് വിചാരിച്ചെങ്കിൽ പിന്നെ ഞങ്ങൾ അവിടെ അല്ല കയറിയത്. പിന്നെ നമ്മൾ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള സ്ഥലത്തായിട്ട് കയറിയത്. എനിക്ക് തോന്നുന്നു ഇത് മൊത്തം ഒരു സെറ്റാണ് എന്ന്. എങ്ങനെയാണെന്ന് മനസ്സിലാകുന്നില്ല. ഏതായാലും അവിടെ അങ്ങ് കയറി ഫുഡ് ഓർഡർ ചെയ്യാൻ പോകും. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവും. കാരണം ഇതിൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. ഞാൻ ആദ്യമായിട്ട് എടുക്കുകയാണ്. സ്മെല്ല് കേട്ടാൽ മതി. നമ്മളമ്മ ഉണ്ട് ഇവിടെ. കൈ തരൂ. അറിയില്ല. 3 പേരും കൈ കഴുകി വന്ന് ഈ സ്ഥലം എല്ലാം അറിയാം. സ്പേസ് ഇല്ല.
ആര് എന്തടി ആൾക്കാര് കേക്കണ്ട. ഏതല്ലോ കോളേ കഴിക്കാന്നുള്ള ഇപ്പൊ കൺഫ്യൂഷൻ എല്ലാം കണ്ടിട്ട് എല്ലാം കഴിക്കാൻ തോന്നുന്നു. എന്ത് കണ്ടാലും എല്ലാം കഴിക്കാൻ തോന്നുന്നു. ഇപ്പൊ പറയുന്നതായിരിക്കും എന്ത് പറയണമെന്ന് മനസ്സിലാകുന്നുണ്ട്. എല്ലാവർക്കും ഒരുമിച്ചിരിക്കാനുള്ള സ്ഥലം. ആരൊക്കെ കഴിക്കുന്നുണ്ട് അതിന്റെ കറക്റ്റ് പേയ്മെന്റ് പകുതി ആക്കാൻ മര്യാദക്ക് അവിടെ ഇരുന്നോണ്ടാണ് ഇരുന്നോണ്ടിരുന്നതാണ്. പെട്ടെന്ന് മഴ പെയ്തപ്പോ നമ്മൾ ഞങ്ങൾക്ക് പറ്റുന്നതാണ് നമ്മളെ പ്രത്യേകത. മഴ എണീച്ചിട്ടുണ്ടാവും. മമ്മി ഹാപ്പി അല്ലേ? ഇതൊക്കെ ബ്ലൂയും മാച്ച് ആക്കിയതല്ലേ നിങ്ങള്? നോക്ക് ബ്ലൂ മാച്ച് ആക്കിയതാ രണ്ടാളും കൂടി. അതിനാണ് കഴിക്കാനിട്ട് എത്ര നേരം ശരിയാ. ഈ ടീഷർട്ട് ഇതാ ഉപ്പ ഇവിടെ റൂം നേരെ മാറ്റിയിട്ടതാണ്. അതിന്റെ മുന്നേ ഇങ്ങനെ കളർ ഇങ്ങനെ മാറുക. ഞാനൊക്കെ ഇങ്ങനെ തപ്പിയെടുക്കുക. ഉപ്പന്റെ വയലറ്റ് ഷർട്ട് ഞാൻ ഇപ്പൊ തപ്പി. അതിനെന്താ അറിയാം മൂപ്പര് ചെയ്യുന്നത്? ടീഷർട്ട് അതിന്റെ മോള് വർഷട്ട് ഓരോന്നും ഇങ്ങനെ ഊരെ ചെയ്യുന്നേ. ഓരോന്നും ഊരെടുത്ത് ചെയ്യുന്നേ. ഏതാണ് അയാൾക്ക്? ഇന്ന് ഡ്രസ് ഊരു. കൊത്തു പൊറോട്ട തിന്നാണ്. എന്താണ് സ്മെല്ല് നോക്കുന്നത്? കഴിച്ചോക്ക്. 4 പറഞ്ഞത്? ഞാൻ ഇതുവരെ കൊത്തു പൊറോട്ട കഴിച്ചില്ല ഗൈസ്. നല്ല ഇടിയുണ്ട്. ഞാൻ ഇതില് സവാള എടുത്തോട്ടെ. ഐ ലവ് സവാള. നമുക്കത് കഴിക്കോ കേട്ടോ. ചിക്കൻ ലെഗ് പീസ്. ഭയങ്കര മഴ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നല്ലോണം ഫുഡൊക്കെ കഴിച്ച് അത്യാവശ്യം ഓക്കെ ആയിരുന്നു ടേസ്റ്റൊക്കെ. പിന്നെ ഞാൻ കൊത്തു പൊറോട്ട കഴിച്ചിട്ടില്ല ഇതുവരെ, ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് എന്താണെന്ന് എനിക്കറിയില്ലല്ലോ. ചായയും കുടിച്ച് ഒരാൾക്ക് ഇത് അധികമാണല്ലേ? നിങ്ങൾക്ക് രണ്ടാക്കും കൂടി ഒറ്റൊന്നും അജിന് എന്തോരം ബാക്കിയാ അല്ലേ? 2 ആൾക്കാർ ഷെയർ ചെയ്താൽ മതി. നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഇനി കുറച്ച് ലിപ്സ്റ്റിക് ഇടാൻ കേട്ടോ. അത്യാവശ്യം നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ. ഒരു ലിമിറ്റ് കൂടുതൽ കഴിക്കാൻ പറ്റൂല. ഭക്ഷണം വേസ്റ്റ് ചെയ്ത് സങ്കടമാണ് കണ്ടത്. ഇനി ബിരിയാണി ട്രൈ കുഴപ്പമില്ല എന്ന് പറയാം. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് കണ്ടിട്ട്? വാൽനക്ഷത്രം കണ്ടാ തോന്നുന്നു. അല്ലല്ല ഞാനെന്നോട് പറഞ്ഞേ മോളെ അല്ലല്ല പിന്നെ നമുക്ക് മനസ്സിലാവും. ഇവരെവിടെ നിൽക്കുകയാണ്. ഇവിടെ ഉണ്ടോ ഗുഡ് ലൈറ്റിംഗ് എന്നൊക്കെ പറഞ്ഞത്?
വന്നാലും ഇങ്ങനത്തെ കമ്മലുകളൊക്കെ കാണുമ്പോ ക്രേസ് ഉള്ള ആൾക്കാരുണ്ടോ? ഇതൊക്കെ നല്ല ഇഷ്ടമായി. മെൻഷൻ ചെയ്യും. ഇവിടെ ഉള്ള ഒന്നാണ് ഇത് ക്രേസ്. നമ്പർ 2 മമ്മിക്കും അങ്ങനെ തന്നെ അല്ലേ? മമ്മിക്ക് ഇത് എവിടെങ്കിലും കണ്ടാലും മമ്മിക്ക് ഭയങ്കര ക്രേസ് അല്ലേ? അല്ല, ഉമ്മന്റെ ഈ നെക്കിലുള്ളതുണ്ടല്ലോ കണ്ടാൽ ശരിക്കും ഗോൾഡ് അല്ലാന്ന്, പക്ഷെ ആക്ച്വലി ഇത് ഗോൾഡ് ആണ് അല്ലേ? അതുപോലെ തന്നെ കമ്മലും ക്യൂട്ടായില്ലേ? ഇങ്ങോട്ട് വായിച്ചേ. ഓരോ കട കമ്മൽ നോക്കുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ കമ്മലിന്റെ ക്രേസ് ഒന്നുമില്ല. ഞാൻ കമ്മൽ അങ്ങനെ ഇടല്ല, പക്ഷെ എനിക്ക് വാങ്ങണം എന്റെ ഉള്ളിലുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ടൈപ്പ് അല്ല, ഞാൻ മറ്റേ ടൈപ്പില്ലേ അതാണ് കൂടുതലും ഞാൻ ഇടാറുള്ളത്. അങ്ങനത്തെ കണ്ടാൽ ഞാൻ വാങ്ങും. ഞാൻ അങ്ങനെ ഇവിടെ വരുമ്പോ പോയിക്കും ചേട്ടാ, അപ്പൊ അങ്ങനത്തെ കണ്ടാലൊക്കെ ഞാൻ വാങ്ങും. ഇവിടെ വരുമ്പോ കുറെ കാര്യങ്ങൾ വാങ്ങണം എന്ന് വിചാരിച്ചു, പക്ഷെ ഒന്നും വാങ്ങാൻ പറ്റില്ല. ഒന്ന് തുമ്മിയതാ, അയാള് പേടിച്ചായി. ഇവരെ വില കക്കാൻ വേണ്ടിട്ട് തുമ്മിയതാണ്. എന്താ എന്തൊക്കെ ഒരു കഥ എന്താണ്? ഇപ്പൊ എന്താ സംഭവിച്ചത് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലായിണ്ടാവും. ഇവള് ഇങ്ങോട്ട് വാടി. വീഡിയോ തുമ്പ് കിട്ടിയില്ല. ഇല്ലല്ല, ഇവളെ അഭിനയ കിട്ടി. ഇവിടെ ഇവരോട് ഞാൻ ഇവരോട് സംസാരിച്ചപ്പോ ഞാൻ പറയട്ടെ, നീ പറയുമ്പോ ശരിയായില്ല. ഞങ്ങളിത് സംസാരിച്ചിരിക്ക. അതപ്പോ ഇവക്ക് തുമ്മ വന്നിട്ട് ഓള് മറ്റേ സൈഡിലായിട്ട് നോക്ക തുമ്മേന. അപ്പണ്ട് വേറെ ചേട്ടന് അതിലൂടെ പോകുന്നുണ്ടായിരുന്നു. തുമ്മിയപ്പോ ചേട്ടന്റെ വെള്ളത്തിനാന്ന് തോന്നുന്നു. എന്താ അറിയില്ല, കുറച്ച് വെള്ളത്തിനാന്ന് തോന്നുന്നു. അയാള് പേടിച്ചിരിക്കുന്നായാലും ചായ ഒക്കെ കുടിച്ച് കോമഡി ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിൽ പോകാൻ നിൽക്കുകയാണ്. റൂമിൽ പോയിട്ട് നമ്മൾ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിട്ട് ഞാൻ റൂം കാണിച്ചു തരുന്നില്ല കേട്ടോ. വേണ്ട, കാണിക്കണ്ട. മൊത്തം മെസ്സിയായി കിടക്കാണ്. നിങ്ങൾ വിചാരിക്കണേൽക്കപ്പുറം. ഞാനിങ്ങനെ കാര്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ബാക്കോട്ട് നിന്നപ്പോൾ ഫുൾ ആൾക്കാരിട്ടോ. അങ്ങനെ എനിക്കും ചിരിയാരെന്താ പറയാൻ പറ്റുന്നില്ല. സംസാരിച്ചിട്ട് നമുക്ക് കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെയാണ് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പോലെ സംഭവം. ഭയങ്കര പ്ലാനഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല നല്ല സ്പോട്ട് നോക്കിയിട്ടുള്ള യാത്ര ഒന്നല്ല കേട്ടോ. നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്യുന്നു. ജസ്റ്റ് ഇങ്ങനെ ഫ്രീ ടൈം എല്ലാവർക്കും കിട്ടിയപ്പോൾ ഒന്ന് ഒരുമിച്ച്. ഇതൊരു അൺപ്ലാൻഡ് ട്രിപ്പാണ്. ഇന്ന് നമ്മൾ സ്ഥിരം തല്ലിടുന്ന മാതിരി കുറച്ച് തല്ലിടലൊക്കെ കഴിഞ്ഞ് കുറച്ച് വർത്താനവും വാക്ക് തർക്കങ്ങളും ചാമ്പലും അങ്ങനെ കുറെ കാര്യങ്ങളായി. അവിടെ ഇവിടെയും കാണുന്ന കാര്യങ്ങളൊക്കെ പറ്റി അതും ഇതും പറഞ്ഞ് എല്ലാം നമ്മൾ റൂമൊക്കെ നടക്കാട്ടോ. സത്യം പറഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ ഈ ഒരു ലൈറ്റിംഗ് ഒക്കെ കണ്ട് അതിന്റെ ആ ഒരു ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു കേട്ടോ, ആ ലൈറ്റിംഗ് ഒക്കെ കാണാൻ. അങ്ങനെ അതിലൂടെ ഒക്കെ നടന്ന് ശരിക്കും പറഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു. അത്രയൊക്കെ തന്നെയല്ലേ പറയാൻ പറ്റുമോ. റിപ്പീറ്റഡ് ആയിട്ട് ഇപ്പൊ പറയണ്ടല്ലോ. ഈ ലൈറ്റിംഗ് ഒരിക്കൽ ഞാൻ ഫിൽറ്റർ കൊടുത്തതൊന്നല്ല കേട്ടോ, അവിടെ തന്നെ ഉള്ളതാണ്. എനിക്ക് കാണുമ്പോൾ തന്നെ ഒരു എവിടേക്കോ പോയ പോലത്തെ ഫീൽ കിട്ടുന്ന ഒരു സ്ഥലം. ഞാൻ ആദ്യമായിട്ടാണ് ട്രിവാൻഡ്രത്ത് വരുന്നത്. ഞാൻ ഇതുവരെ ട്രിവാൻഡ്രത്ത് വന്നില്ല. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ പോയതിൽ സ്ഥലങ്ങളും കാര്യങ്ങളും ഒന്നല്ല. ശരിക്കും ഈ ഒരു വാക്കിംഗ് ഇല്ലേ, നമ്മൾ രാത്രി റൂമിലോട്ട് നടന്നതും അവിടുന്ന് തിരിച്ച് അങ്ങോട്ടേക്ക് നടന്നതും റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നതായിട്ടുള്ള കുറേ മൊമെന്റ്സ് ഉണ്ടാവില്ല. അതൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫീൽ ചെയ്തിരുന്നത്. ഇത് സംഭവം ഞങ്ങൾ ഫേക്ക് ആയിട്ട് മുന്നിൽ നിന്ന് നടന്നു വരുന്ന ഒരു ഷോട്ട് എടുക്കാന്ന് വിചാരിച്ചു. ഫ്രണ്ട്ഷിപ്പ് വൈബ് സാധനമാണ് വിചാരിച്ചത്. മാലും അജി മുന്നിൽ അങ്ങോട്ട് നടന്നു. എന്താ കഥ എന്നുള്ളത് ചോദിക്കുകയാണ് കേട്ടോ അവരോട്. പിന്നെ ഞങ്ങൾ നേരെ റൂമിൽ പോയി കിടന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയില് നാളത്തെ വ്ളോഗ് കാണാം. വീഡിയോ എല്ലാവരും എന്തായാലും കാണാം. അതായിരിക്കും ബൈ.